നല്ല തമ്പുരാൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സ്പേസ് ചാനലിൻ്റെ ഈ വചന വിചിന്തനത്തിലൂടെ നമുക്ക് ഇന്ന് തിരുസഭ നൽകിയിരിക്കുന്ന വചനങ്ങളുടെ ഒരു യാത്ര നടത്തുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഇന്ന് തിരുസഭ നൽകിയിരിക്കുന്ന വചനം ലൂക്കാസ് സുവിശേഷകം പറയുന്ന വചനത്തിൽ 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഇങ്ങനെ തുടങ്ങുന്നു. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവന് അധികാരവും ശക്തിയും കൊടുത്തു, അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കഴിവും കൊടുത്തു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന ചില വചനങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട്. ആ വാക്കുകളെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിക്കാനും അതിനെക്കുറിച്ച് മാത്രം ഒന്ന് വിചിന്തനം നടത്താനും ധ്യാനിക്കാനുമായിട്ട് നിങ്ങളെ സഹായിക്കാം എന്നുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിന്നുള്ളത്. ഇവിടെ പറയുന്നുണ്ട്, സകല പിശാചുക്കളുടെയും മേൽ അധികാരവും ശക്തിയും കൊടുത്തുവെന്ന്. ഇപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്താണ് ഈ അധികാരം, എന്താണ് ഈ ശക്തി എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടെ അധികാരമെന്ന് പറയുന്നത് എന്തിനെയോ ഭരിക്കാനുള്ളതും എന്തിനെയോ നിയന്ത്രിക്കാനുമുള്ള ഒരു അധികാരം. അതുപോലെ ഈ അധികാരത്തെ അതിൻ്റെ പൂർണ്ണ തോതിൽ ഉപയോഗിക്കാനുള്ള ഒരു ശക്തി, അതായത് ഈ തിന്മയോട് പോരാടാനും തിന്മയെ അതിജീവിക്കാനും അങ്ങനെ ഒരു നന്മയെ വിജയത്തിലെത്തിക്കാനുമുള്ള ശക്തി എന്ന് പറയുക. ഈ അധികാരത്തെയും ശക്തിയും നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന് പറയുന്നുണ്ട്, നിന്നെ വധിക്കാനും നിന്നെ മോചിപ്പിക്കാനുമുള്ള അധികാരം എനിക്കുണ്ട് എന്ന് നീ അറിയുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി, സ്വർഗത്തിൽ നിന്നും അധികാരം നിനക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അതായത് യേശുവിനെ തോൽപ്പിക്കാനായിട്ട് ഉള്ള അധികാരമല്ല നൽകിയിരിക്കുന്നത് എന്നുള്ളത്. അതായത് നന്മയെ പരാജയപ്പെടുത്താനുള്ള അധികാരമല്ല, അതായത് തിന്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയെ പ്രോത്സാഹിപ്പിക്കാനുള്ള അധികാരമാണ് സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ ലഭിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. തിന്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയെ ജയിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വയ്ക്കുക. എന്നാൽ ഈ ഒരു ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ അധികാരത്തെ ഞാൻ ദുർവിനിയോഗം ചെയ്യും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനമാണ്, സഭയിലും സഭയ്ക്ക് പുറത്തും രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിന് പുറത്തുമല്ല എപ്പോഴും കേൾക്കുന്ന വചനം എന്ന് പറയുന്നത്, ഈ ഒരു വാക്കെന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗം എന്നുള്ളത് തന്നെയാണ്. അത് അധികാരത്തെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കാതെ നന്മയെ തളയ്ക്കാനും തിന്മയെ തുറന്നുവിടാനുമുള്ള ഒരു രീതി നമ്മൾ രൂപം കൊടുക്കുമ്പോൾ, ആ ഒരു രീതിക്ക് നമ്മൾ രൂപം കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ അധികാര ദുർവിനിയോഗമെന്ന് പറയുക. അത് നന്മയുടേതല്ല, അത് ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു വിഭാവനം ചെയ്ത ഒരു ചിന്തയല്ല അത്. യേശു അധികാരം കൊടുത്തിരിക്കുന്നത് എന്നെയും എൻ്റെ സഹോദരനെയും എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും സംരക്ഷിക്കുകയും തിന്മയിൽ നിന്നും അതിനെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ശക്തിയാണത്. അതുപോലെ ഈ ശക്തി എന്ന് പറയുന്നതും എൻ്റെ കൂടെ നിൽക്കേണ്ടത്, എൻ്റെ അധികാരത്തെ ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു ശക്തിയാണത്. അത് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ, നമ്മൾ ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വചനങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൊണ്ടുവരുമെന്ന്. ഇതാണ് ശക്തി എന്ന് പറയുന്നത്, ദൂതൻ്റെ ശക്തി. അല്ലെങ്കിൽ വീണ്ടും പറയും, പരിശുദ്ധാത്മാവിന് ശക്തി. പരിശുദ്ധാത്മാവിന് ശക്തി നൽകപ്പെടുന്നില്ല എങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുക. എൻ്റെ ശക്തി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയും എൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടെയും ജീവിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു ശക്തിയാണത്. അത് തിന്മയെ പരാജയപ്പെടുത്താനും നന്മയെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു ശക്തിയാണ് പറയുന്നത്. വീണ്ടും വായിക്കുക, 2-ാമത്തെ ഇതിൽ നമ്മൾ വായിക്കുകയാണ്, അതായത് ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായിട്ട് ഇവരെ 12 പേരെയും യേശു അയച്ചുവെന്ന്. അതായത് ഈ ദൈവരാജ്യം പ്രഘോഷിക്കുക എന്ന് പറയുന്നത് തിന്മയെ പരാജയപ്പെടുത്തുന്നതാണ്.
ഈ തിന്മയെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നന്മയെ അവിടെ ഉദയം ചെയ്യുന്നുള്ളൂവെന്നും തിന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ എന്നുമുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിന് പ്രത്യേകിച്ച് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. തിന്മയെ നമ്മൾ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും എല്ലാ തരത്തിലുള്ള തിന്മകളെയും നമ്മൾ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതിനോട് നമ്മൾ പോരാടിക്കൊണ്ട് നന്മയെ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ, ആ നന്മ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായി ഒരു ഇടം, അതാണ് ദൈവരാജ്യമെന്ന് പറയുക. ആ ഇടം എൻ്റെ ഉള്ളിലും എൻ്റെ സഹോദരൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റുപാടുകളിലും എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രഘോഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അധികാരത്തിലൂടെയും ശക്തിയിലൂടെയും ഞാൻ ദൈവരാജ്യം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് വേണ്ടതും. അങ്ങനെ ദൈവരാജ്യം പ്രഘോഷിക്കാനുള്ള ഒരു ചിന്ത, ദൈവരാജ്യം പ്രഘോഷിക്കാനുള്ള ഒരു കഴിവ് ദൈവം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് ഈ അധികാരത്തിലൂടെയും ശക്തിയിലൂടെയുമാണ്. ഈ അധികാരത്തെയും ശക്തിയെയും ഞാൻ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ എൻ്റെതായ ഇടങ്ങളിലൂടെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിന്മയുടെ ശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, നന്മയുടെ ശക്തിക്ക് പകരം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് പകരം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് പകരം ഞാൻ തിന്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ്റെതായ ഇടങ്ങൾ ഞാൻ സ്ഥാപിക്കാൻ നോക്കുമ്പോൾ, എൻ്റെ അധികാരത്തിന് ഉതകുന്നതല്ലാത്തത് ദൈവം വിഭാവനം ചെയ്ത ആ ഒരു നന്മ മാത്രമല്ലാതെ ഞാൻ എൻ്റെ തിന്മയെ ഞാൻ വിഭാവനം ചെയ്തുകൊണ്ട്, തിന്മയെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ആയിത്തീരാൻ വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എങ്കിൽ, എന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, അത് ദൈവത്തിൻ്റെ ചിന്തയല്ല, ദൈവികമല്ല, അത് മാനുഷികമാണ്. അത് എൻ്റേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത മാത്രമാണത്. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവം വിഭാവനം ചെയ്ത അധികാരത്തിലൂടെയും ശക്തിയിലൂടെയും എനിക്ക് നന്മയെ പ്രോത്സാഹിപ്പിക്കാനും ദൈവരാജ്യം പ്രഘോഷിക്കാനും എനിക്ക് സാധിക്കണം. നമ്മൾ രണ്ടാമത് കാണുന്നൊരു വചനമാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക എന്ന് പറയുക. അവിടെ താമസിക്കുക, അവിടെ പുറപ്പെടുകയും ചെയ്യുക. താമസിക്കുന്ന ഇടം അത് എൻ്റെ ഒരു ഇടമാണ്, അതെൻ്റെ സ്വന്തമല്ല. എൻ്റെ അധികാരമെന്ന് പറയുന്നുണ്ടെങ്കിലും, എനിക്ക് അധികാരമുണ്ടെങ്കിലും അധികാരമുള്ളത് എൻ്റെ സ്വന്തമല്ല, അതെനിക്ക് ഏത് സമയത്ത് എടുക്കപ്പെടാവുന്നതാണ്. അതുപോലെ ഈ ഇടമെന്ന് താമസിക്കുന്ന ഇടമെന്ന് പറയുന്നതും എൻ്റെ സ്വന്തമല്ല. ഈ ലോകത്തിൽ എനിക്കൊന്നും സ്വന്തമായിട്ടില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിൽ എന്തെങ്കിലും എനിക്കുണ്ട് എങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ദാനത്താൽ ലഭിച്ചത് മാത്രമാണെന്ന് പറയുന്നത്. ഈ ലോകത്തിന് കടന്നു പോകുമ്പോൾ എനിക്ക് വസിക്കാനായിട്ട് ദൈവത്തിൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടം മാത്രമാണ് ഈ ഭവനങ്ങൾ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഇടത്തെ, ഞാൻ താമസിക്കുന്ന ഇടങ്ങളെ ഞാൻ സ്വന്തമാക്കാൻ നോക്കും. അങ്ങനെ എൻ്റേതല്ലാത്ത ഒന്നിന് ഞാൻ സ്വന്തമാക്കാൻ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? തിന്മയുടെ ശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ അതിനു വേണ്ടതെല്ലാം ചെയ്തു വയ്ക്കും. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഇടം ഞാൻ അവിടുന്ന് വിട്ടുപോകേണ്ട ഒരു ഇടമാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ ഞാൻ അതിനെ എൻ്റേതായി സ്ഥാപിക്കുമ്പോൾ, അതിൽ നിന്ന് എനിക്ക് വീണ്ടും പോകേണ്ട ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവിടെ തന്നെ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ തിന്മയുടെ ശക്തികളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട്, തിന്മയുടെ ശക്തികളെ കൂടെ നിർത്തിക്കൊണ്ട് അതിനെതിരെ ഞാൻ പോരാടിക്കൊണ്ടിരിക്കും. നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യം, ദൈവരാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പറയുന്നത്, ദൈവം നൽകിയിരിക്കുന്ന അധികാരമെന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ ഇടങ്ങൾ, അല്ലെങ്കിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടങ്ങൾ, ദൈവത്തിൻ്റെ സ്ഥലങ്ങൾ, ദൈവത്തിൻ്റെ ഭവനങ്ങൾ എൻ്റേത് മാത്രമാക്കി തീർത്തുകൊണ്ട് ഞാൻ തിന്മയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ അവിടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളവിടെ പുറപ്പെടേണ്ടവരാണ്. ഇപ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ അവിടുന്ന് പുറപ്പെടുകയും ചെയ്യുക എന്ന് പറയുക. പുറപ്പെടാനായിട്ട് സാധിക്കണമെങ്കിൽ എൻ്റേതല്ലാതായി തീരണം. എൻ്റേതാണ് എങ്കിൽ ഞാൻ അതിനെ കൊണ്ടു നടക്കാൻ ശ്രമിക്കും, അതിനോട് എനിക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. അപ്പം പുറപ്പെടാൻ സാധിക്കുക, എല്ലാ ഇടത്തിൽ നിന്നും എനിക്ക് പുറപ്പെടാൻ സാധിക്കുക. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ദൂതൻ എന്നെ കൊണ്ടുവരുമെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുക, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടത്തിലേക്ക്, സ്ഥലത്തേക്ക് ആ ദൂതൻ നിന്നെ കൊണ്ടുവരും. നീ ആ ദൂതൻ പറയുന്ന കാര്യങ്ങൾ നീ കൃത്യമായി അനുസരിക്കണം. ആ ദൂതനെ നീ പ്രകോപിപ്പിക്കരുത് എന്ന് ദൈവം കൃത്യമായിട്ട് പറയും. നീ ആ ദൂതനെ പ്രകോപിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ചിന്തയെ നീ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞു വയ്ക്കുകയാണ്. അത് എൻ്റെ നാമം അവനിൽ ഉള്ളത് നിമിത്തം, അതായത് ദൈവത്തിൻ്റെ നാമം ഈ ദൂതനിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ വിചിന്തനത്തിൽ, ആ ചിന്തയിൽ ഉള്ളത് നിമിത്തം
നിൻ്റെ അതിക്രമങ്ങൾക്ക് അവൻ മാപ്പ് തരികയില്ല എന്ന് കൃത്യം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അധികാരത്തെ, അല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക കൃപാവരത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ അധികാരത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് എൻ്റേതായ ഇടങ്ങൾ ഞാൻ സ്ഥാപിക്കാൻ നോക്കുമ്പോൾ, എൻ്റേതായ ഇടങ്ങളിലൂടെ മാത്രം ഞാൻ ചരിക്കാൻ നോക്കുമ്പോൾ ആ ഇടത്തിൽ നിന്ന് എനിക്കത് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ തീർച്ചയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ലഭിക്കുകയില്ല എന്നുള്ളതും ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ സന്യാസത്തിൻ്റെയോ എൻ്റെ കുടുംബജീവിതത്തിൻ്റെതായ പ്രവൃത്തികളിലൂടെ ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദൂതനെ, അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തെ ഞാൻ പ്രകോപിപ്പിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇവിടെ പറയുന്ന ശിക്ഷ എനിക്ക് ഉറപ്പാണ്. അതായത് ഈ ദൈവത്തിൻ്റെ ദൂതനെ പ്രകോപിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തന്നെ പറയുകയാണ്, അവൻ ശിക്ഷ നൽകുമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ എന്തു ചെയ്ത് കൂട്ടിയാലും, ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാലും, ഞാൻ എവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും, എത്രമാത്രം കഴിവുകൾ എനിക്കുണ്ട് എങ്കിലും, എത്രമാത്രം കപ്പാസിറ്റി എനിക്കുണ്ട് എങ്കിലും, എൻ്റെ ഓരോ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിലെ റിസൾട്ടുകൾ ഇല്ലാതെ പോകുന്നതിന് കാരണമെന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട്, ദൈവം നൽകിയിരിക്കുന്ന ശക്തിയോട് അതിന് വേണ്ട വിധത്തിൽ അതിനോട് പ്രതികരിക്കാതെ, അതിന് വേണ്ട വിധത്തിൽ അതിനോട് സംയോജിച്ച് പോകാതെ ഞാൻ എൻ്റേതായ ഇടങ്ങളിൽ യാത്ര ചെയ്യുന്നത് മാത്രമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കണം. അങ്ങനെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നൽകുന്ന അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട്, ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ നൽകുന്ന ഒരു കൃപാവരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വചനം അവസാനം പറഞ്ഞു വയ്ക്കുന്ന വചനം എന്നെയും കുറിച്ച് പറയും. ഇവിടെ പറയുകയാണ്, അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ ചുറ്റും സഞ്ചരിച്ച് ദൈവരാജ്യം പ്രഘോഷിച്ചു എന്ന്. അവർ ദൈവരാജ്യം പ്രഘോഷിച്ചു എന്ന് പറയുക. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെക്കുറിച്ച് പറയാൻ സാധിക്കണമെങ്കിൽ, എന്നെക്കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് എൻ്റെ ശക്തിയെയും എൻ്റെ അധികാരത്തെയും ഉപയോഗിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ദൈവം നമ്മോടും പറയും, വചനം നമ്മോട് പറയും, ഒരു കാലത്ത് നമ്മോട് പറയും, ഇവർ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു എന്ന് നമ്മളെക്കുറിച്ച് പറയും. അതിന് വേണ്ടിയിട്ട്, ഈ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടിയിട്ട്, നമ്മെക്കുറിച്ചുള്ള ഈ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തെയും ശക്തിയെയും നമുക്ക് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരത്തിന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപാവരം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തട്ടെ.